ആളുകൾക്ക് വിശ്വസിക്കാനും കേൾക്കാനും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ സത്യത്തിനേക്കാൾ കള്ളത്തിനാണ് കൂടുതൽ സ്വീകാര്യത ഉള്ളത്. എന്നാൽ സ്വീകാര്യത കുറച്ച് കുറഞ്ഞാലും സത്യത്തിന്റെ പകിട്ടിനോളം വരില്ല കള്ളത്തരത്തിന്റെ പൊള്ളത്തരങ്ങൾ എന്നതാണ് സത്യം. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ കുതന്ത്രങ്ങൾ കൊണ്ട് വഴിയിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത തന്ത്രം അയാളുടെ രക്തത്തെ തൊട്ട് കളിക്കുന്ന രീതിയാണ് പ്രതിപക്ഷവും BJP-യും പ്രയോഗിക്കാറുള്ളത്. അതിന് ഈ തവണ വീണയായിരുന്നു ഇര. എന്നാൽ അതിന് ഉപയോഗിച്ചതോ BJP-യുടെ കയ്യിലെ കളിപ്പാവയായ ഈരയെയാണ്. എന്നാൽ വീണയെ കള്ളക്കേസിൽ കുരുക്കി പിണറായിക്കിട്ട് പണി കൊടുക്കാമെന്ന ഇവരുടെ ആഗ്രഹം തവിട് പൊടിയാക്കുന്ന ഒരു നിർദ്ദേശം ഹൈക്കോടതി ഇറക്കിയിട്ടുണ്ട്. മാസപ്പടി കേസിൽ തൽസ്ഥിതി തുടരാൻ തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. CMRL-ന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച കേരള ഹൈക്കോടതി 2 മാസത്തേക്കാണ് തൽസ്ഥിതി തുടരാൻ ഉത്തരവിട്ടത്. SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ സമൻസ് അയക്കുന്നത് അടക്കമുള്ള നടപടികളാണ് 2 മാസത്തേക്ക് തടഞ്ഞത്. CMRL-ന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ നടപടി. കേന്ദ്ര സർക്കാർ വിശദമായ വാദം കേൾക്കാൻ സമയം തേടിയിരുന്നു. ഇതോടെയാണ് കോടതി 2 മാസത്തേക്ക് നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചത്. കേസ് ഹൈക്കോടതി പുതിയ ഡിവിഷൻ ബെഞ്ചിലേക്ക് അയക്കാൻ തീരുമാനിച്ചതും ഇക്കാരണത്താലാണ്. കേസ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം പരിഗണിക്കണമോ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം പരിഗണിക്കണമോ എന്ന നിയമപ്രശ്നവും ഉയർന്നു വന്നിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം പ്രതികളുടെ മൊഴി എടുക്കണമെന്നാണ് CMRL ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ CMRL-ന്റെ ഈ വാദത്തെ കേന്ദ്രം എതിർക്കുകയുണ്ടായി. ഇത്തരം കേസുകളിൽ പ്രത്യേക നിയമമാണ് ബാധകമാവുക എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം പരിഗണിക്കണമെന്നും കേന്ദ്രം കോടതിയോട് ആവശ്യപ്പെട്ടു. വിചാരണ കോടതി നടപടികളിൽ തെറ്റില്ലെന്നും പോലീസ് റിപ്പോർട്ടായി തന്നെ പരിഗണിക്കണമെന്നും കേന്ദ്രം ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയുണ്ടായി. ശേഷമാണ് മറുപടി നൽകാൻ കേന്ദ്രം സമയം തേടിയത്. കേസ് മധ്യവേനൽ അവധി കഴിഞ്ഞ ശേഷമായിരിക്കും ഇനി പരിഗണിക്കുക. ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ SFIO ഉൾപ്പെടെയുള്ള എതിർ കക്ഷികളോട് 5 ആഴ്ചക്കകം മറുപടി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതി ചേർക്കപ്പെട്ടവരുടെ വാദം കേൾക്കാതെയാണ് വിചാരണ കോടതി തീരുമാനമെടുത്തത് എന്നായിരുന്നു ഹർജിയിൽ CMRL ഉന്നയിച്ച പ്രധാന വാദങ്ങളിൽ ഒന്ന്. പ്രതിപ്പട്ടികയിലുള്ളവരുടെ ഭാഗം വിചാരണ കോടതി കേട്ടിട്ടേയില്ലെന്നും ക്രിമിനൽ നടപടിക്രമത്തിന് വിരുദ്ധമാണ് വിചാരണ കോടതിയുടെ നടപടിയെന്നും അവർ ഉന്നയിക്കുകയുണ്ടായി. അതിനിടെ മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. CMRL എക്സാലോജി സാമ്പത്തിക ഇടപാടിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയത്. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം CBIക്ക് വിടണമെന്നാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ആവശ്യം. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി നേരത്തെ തന്നെ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CBI അന്വേഷണം തേടി മാധ്യമ പ്രവർത്തകൻ MR അജിയൻ കോടതിയെ സമീപിച്ചത്. അതേസമയം മാസപ്പടി കേസ് കള്ളപ്പണ നിരോധന നിയമപരിധിയിൽ വരുമെന്നാണ് EDയുടെ വിലയിരുത്തൽ. കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ കേന്ദ്ര ഏജൻസികൾ നീക്കം നടത്തുന്നുണ്ട്. SFIO റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് നടപടി. എന്നാൽ ആരോപണ വിധേയരെ വിളിച്ചു വരുത്തുന്നതിന് ഹൈക്കോടതി സ്റ്റേ നിലവിലുള്ളതിനാൽ കേസിലെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ വൈകുന്നതാണ്.